തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൽ ഇനി പരാമർശിക്കുന്നത് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട വാർത്തയെക്കുറിച്ചല്ല, നവമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പിനെ കുറിച്ചാണ്. കുറിപ്പ് നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് നിസ്സാരക്കാരിയായ ഒരാളല്ല, കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവാണ്. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയാണത്രേ. ഏത് സംഘടനയും ആവട്ടെ, അതിന്റെ സംസ്ഥാന ഭാരവാഹിയായ ഒരാൾ എന്ന് പറയുമ്പോൾ മലയാളിയുടെ മുന്നിൽ ചില മിനിമം ധാരണകളൊക്കെ ഉണ്ടാവും. ഈ മഹതി പറയുന്നത് വയനാട്ടിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആനി രാജയുടെ ഭർത്താവ് ഡി രാജ 2G സ്പെക്ട്രം അഴിമതി ഇടപാടിൽ അഴിമതി നടത്തിയ രാജ എന്ന മുൻ കേന്ദ്രമന്ത്രിയാണ് എന്നാണ്. അതുകൊണ്ട് ആനി രാജ എന്ന CPI നേതാവിനെ തോൽപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ മഹിളാ രത്നം വാചാലയാവുന്നത്. തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിന് ഇക്കാര്യത്തിൽ കമന്റായി ഒരു വാക്കുപോലും പറയണം എന്ന് തോന്നുന്നില്ല. ഇതാണ് കോൺഗ്രസിന്റെ, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാനതല നിലവാരം. സംസ്ഥാനതല നിലവാരം ഇതാണെങ്കിൽ ജില്ലാ, ബ്ലോക്ക്, ബൂത്ത് തല നിലവാരം എന്തായിരിക്കും എന്ന് ഊഹിക്കാവുന്നതാണ്. ഇത്തരം നേതാക്കന്മാരിൽ നിന്ന് മലയാളിയെ രക്ഷിക്കാൻ ആർക്കാണ് സാധിക്കുക എന്ന ചോദ്യം ബാക്കിയാകുന്നു. നമ്മുടെ മാധ്യമങ്ങളെ പോലെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസും. നമ്മുടെ മാധ്യമങ്ങളുടെ